ബംഗ്ലാദേശ് പ്രതിഷേധത്തെക്കുറിച്ച് ഒരു മോശമായ പരാമർശം കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് നടത്തി. ബംഗ്ലാദേശിനേക്കാൾ തത്തുല്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉടനെ തന്നെ ഭാരതത്തിനുണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വിമർശിച്ചിപ്പോൾ BJP MP അനുരാഗ് താക്കൂർ രംഗത്തുണ്ട്. രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും ഇത് പാർട്ടിയുടെയും നേതാക്കളുടെയും മാനസികാവസ്ഥയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർച്ചയായി 3 തവണ തോൽവി നേരിടുന്ന കോൺഗ്രസ് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് എന്തും ചെയ്യാം. കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയുടെയും മത നേതാക്കളുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും മാനസികാവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കണം, സൽമാൻ ഖുർഷിദിന്റെ ഈ പ്രസ്താവനയോട് അവർ യോജിക്കുന്നുണ്ടോ എന്ന് താക്കൂർ ചോദിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ പോലുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ സാധ്യമാണ് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ വിവാദമാക്കി. കാരണം വിവാദ പരാമർശം തന്നെയായിരുന്നു കക്ഷി പറഞ്ഞത്. സ്വതന്ത്ര ഭാരതത്തിന് സമാധാനം കണ്ടിട്ട് കക്ഷിക്ക് തീരെ സഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് എന്തും ഞാൻ പരസ്യമായി തന്നെ പറയുമെന്നും ഒരിക്കൽ സ്വകാര്യമായിട്ടല്ല പറഞ്ഞത് എന്നുമാണ് പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞതിൽ ഒരു ലെവലേശം പോലും അദ്ദേഹത്തിന്റെ കുറ്റബോധമില്ല. അതേസമയം സൽമാൻ ഖുർഷിദിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വന്നു. ബംഗ്ലാദേശ് വിഷയത്തിൽ തങ്ങൾ ഇന്ത്യൻ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ തങ്ങളുടെ നേതാവ് സൽമാൻ ഖുർഷിദ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് BJP നേതാവ് ഷെഹ്സാദ് പൂനവാല പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രനീതിക്ക് മുകളിൽ രാജനീതി ഉയർത്തുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനാണോ സൽമാൻ ഖുർഷിദ് ശ്രമിക്കുന്നത്? സൽമാൻ ഖുർഷിദ് ഇന്ത്യയുടെ സായുധ സേനയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രവർത്തനം തുടരുകയാണ് എന്നറിയിക്കുകയും അവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നന്ദി.